പാകിസ്ഥാനിലെ ഫൈസലാബാദ് ജില്ലയിലെ അക്ബരാബാദിലുള്ള ഭവനങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ ഒഴിപ്പിക്കാൻ നടക്കുന്ന ശ്രമത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ച വിശ്വാസികൾ. മുൻ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള രാജാ റിയാസാണ് ക്രൈസ്തവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 1960 മുതൽ ക്രൈസ്തവർ ജീവിച്ചിരുന്ന സ്ഥലമാണ് പ്രശ്നത്തിന് ആധാരം. ക്രൈസ്തവർ ജീവിക്കുന്ന സ്ഥലം തന്റെ കുടുംബ സ്വത്താണെന്ന് അവകാശപ്പെട്ട് രാജാ റിയാസ് അതിന്റെ അവകാശം കൈവശപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് നിസ്സഹായരായ ക്രൈസ്തവർ തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ അയാൾക്ക് വാടകയായി ഒരു നിശ്ചിത തുക നൽകാമെന്ന് ഏറ്റു. വലിയൊരു തുക നൽകിയതിന് ശേഷം വാടക നൽകുന്നത് തുടർന്നുവെങ്കിലും ഇതിനിടയിൽ രാജാ റിയാസ് ക്രൈസ്തവരുമായിട്ടുള്ള കരാർ അസാധുവാണെന്ന് പറയുകയും അവർ സ്ഥലമൊഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടെ ഇയാൾ കോടതിയെ സമീപിച്ച് ക്രൈസ്തവരെ ഇറക്കിവിടാനുള്ള ഉത്തരവ് നേടുകയും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു. വാടക കൃത്യമായി നൽകിയിരുന്ന 25ഓളം കുടുംബങ്ങൾ ഇതുമൂലം ഭവനങ്ങൾ ഒഴിയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. തങ്ങൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണെന്നും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നതിനിടയിൽ വാടക തുക കൃത്യമായി നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ഇപ്പോൾ തങ്ങൾ ഭീഷണി നേരിടുകയാണെന്നും ഷഹസാദ് ജോസഫ് എന്ന വ്യക്തി പറഞ്ഞു. പണം നൽകിയതിൻ്റെ രസീതുകൾ ക്രൈസ്തവരുടെ കൈവശമുള്ള സാഹചര്യത്തിൽ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് അഭിഭാഷകനും കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള കമ്മീഷൻ കോർഡിനേറ്റർ പദവി വഹിക്കുന്ന ആളുമായ ഷഹീദ് അൻവർ പറഞ്ഞു. രാജ്യത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം. പനാമയിലെ അപകടകരമായ ഡാരിയൻ ഗ്യാപ്പ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണപ്പെട്ട കുടിയേറ്റക്കാരുടെ മൃതദേഹം സംസ്കരിച്ചു. ഡാരിയനിലെ അപ്പസ്തോലിക് വികാരിയേറ്റും കമ്മ്യൂണിറ്റി ഓഫ് ദി ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസിലെ കന്യാസ്ത്രീമാരുടെ നേതൃത്വത്തിലായിരുന്നു മൃതസംസ്കാരം നടന്നത്. മരണപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം അജ്ഞാതമായി തുടരുമ്പോൾ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ ആദരവോടെ സംസ്കരിക്കുകയായിരുന്നു എന്ന് ഡാരിയനിലെ അപ്പസ്തോലിക് വികാരിയേറ്റിലെ ഫാദർ ക്ലോഡിയോ ഗുറേറോ പറഞ്ഞു. ദിവസം ഒരു വചനം എന്ന രീതിയിൽ വർഷം മുഴുവൻ വചനം എഴുതി മനഃപ്പാഠമാക്കി വചന ഡയറി ഒരുക്കിയ കുട്ടികൾക്ക് കോതമംഗലം ബിഷപ്സ് ഹൗസിൽ സ്വീകരണമൊരുക്കി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പരിപാടിയിൽ കുട്ടികൾ ഒരുക്കിയ വചന ഡയറി പ്രദർശിപ്പിച്ചു. വിജ്ഞാന ഭവൻ ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറക്കൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.